ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വർക്കലയുള്ള പാം ബീച്ച് റിസോർട്ടിലാണ്. അപ്പോൾ പൂജ ഹോളിഡേ പ്രമാണിച്ച് നമ്മൾ അവിടെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അടിപൊളി പ്ലേസാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ സത്യം പറഞ്ഞാൽ നോർമലി ഒരു നമ്മളൊരു ജസ്റ്റ് വർക്കല ക്ലിഫിലൊക്കെ നിറങ്ങി കിടന്നിട്ട് ജസ്റ്റ് സ്റ്റേക്ക് മാത്രം ഒരു പ്ലേസ് അങ്ങനെയാണ് കരുതി പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ വേറെ ഒരിടവും പോകണമെന്ന് തോന്നിയില്ല, കാരണം അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതാണ് നമ്മുടെ അവിടുത്തെ അകത്തെ ആംബിയൻസ് എന്ന് പറയുന്നത്. ആ അപ്പം പോകുന്നില്ലേ, ആ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു റൂമാണ് ഞങ്ങൾക്കുള്ളത്, 103. ഈ ഒരു റൂമാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അവിടുത്തെ റൂംസിൻ്റെ ആംബിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. വീടിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ പുറമേ വന്നിരിക്കുന്നത് ബീച്ചും റെസ്റ്റോറൻറ്റും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു ഊണായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ആക്ച്വലി ഞാൻ അധികമൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ 2-3 ഡ്രസ്സ് മേടിക്കാമെന്ന് കരുതി നമ്മൾ ക്ലിപ്പിലോട്ട് പോയി. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറച്ച് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫ്രോക്കാണ് മേടിച്ചത്. അശ്വൻ ഒരു സ്കേർട്ടും ടോപ്പും മേടിച്ചു. അപ്പോൾ ഈ ഒരു വേഷം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയും കൂടി ആയിട്ടാണ് വന്നത്. വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ നമ്മൾ ക്ലിപ്പിൽ തന്നെയാണ് പോയത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് പ്ലേസ് കിട്ടിയത്. വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുഡിന് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇതൊരു ബാർ കം റെസ്റ്റോറൻറ്റ് ടൈപ്പാണല്ലോ. അവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് വന്നത്. അവിടെ നൈറ്റ് വേറൊരു വൈബായിരുന്നു കേട്ടോ. രാവിലെ കണ്ട ഒരു കാഴ്ച ആയിരുന്നില്ല ഈവനിങ്ങിൽ, അടിപൊളിയായിരുന്നു. പുറത്ത് ഫുള്ള് അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാരൊക്കെ, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊന്നും നിന്നില്ല, നമ്മൾ നേരെ അകത്ത് കയറിയിട്ട് നമ്മൾ പൂൾ ടൈം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇവിടെ 7 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ പൂൾ ടൈം. ഞങ്ങളെത്തിയപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയൊക്കെ കഴിഞ്ഞു. എന്നാലും ഞങ്ങൾ കുറച്ച് ടൈം അവിടെ പൂൾ ടൈം എൻജോയ് ചെയ്തു. ഞാൻ ഇറങ്ങിയില്ല, അവരെല്ലാവരും ചെയ്തു. അപ്പോൾ പിറ്റേന്ന് രാവിലെയായി. അപ്പോൾ ഇന്നൊരു 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇതായിരുന്നു രാവിലത്തെ അവിടുത്തെ ഒരു തിരക്ക്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 9:30-10 മണിയൊക്കെ ആയി. അപ്പോഴത്തെ ഒരു സമയത്തെ തിരക്കാണ് ഈ ഒരു തിരക്ക്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് പോയി കടലിൽ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 1 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.